നമസ്കാരം, ഞാൻ ഇനിഷ, ഫാർമസിസ്റ്റാണ്. കോഴ്സ് ഓഫ് ആന്റിബയോട്ടിക്കിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എന്നാലും ഒരു ഷോർട്ട് വീഡിയോ പോലെ നമുക്ക് നോക്കാം. ഒരു ആന്റിബയോട്ടിക്കിന്റെ കോഴ്സ് അത് 3 days ആവാം, അല്ലെങ്കിൽ 5 days ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ഉദാഹരണത്തിന് ഒരു 5 days കോഴ്സുള്ള ഒരു ആന്റിബയോട്ടിക് ആണെന്ന് വിചാരിക്കുക. നമ്മളത് കഴിച്ചു 1-2 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ മാറി നമ്മൾ നല്ല ബെറ്റർ ആയതുപോലെ തോന്നും. അപ്പൊ തന്നെ പകുതിയിൽ പല ആളുകൾ എന്ത് ചെയ്യും, ആ 2 ദിവസത്തിനുള്ള അത് നിർത്തിയിട്ട് 3-ാമത്തെ ദിവസം നമുക്ക് കഴിക്കില്ല, അതങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടും. പക്ഷെ അപ്പൊ എന്താ സംഭവിക്കുക, നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുള്ള വീക്ക് ബാക്ടീരിയാസ്, അതായത് ശക്തി കുറഞ്ഞിട്ടുള്ള ബാക്ടീരിയാസ് ഒക്കെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. ഈ 2 ദിവസത്തിൽ തന്നെ അത് നശിച്ചു പോകും. അത് ഡെഡ് ആവുന്ന സമയത്താണ് നമുക്ക് നല്ല ബെറ്റർ ആയിട്ട് തോന്നുക. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള ആ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ടല്ലോ, അത് അവിടെ തന്നെ നിൽക്കും. നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അത് അങ്ങനെ തന്നെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ അങ്ങനെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിലകൊള്ളും. അതേപോലെ ആ ആന്റിബയോട്ടിക്കിനെ അത് ചെറുത്ത് നിൽക്കാൻ തുടങ്ങും. ആ ശരീരത്തിൽ നമ്മൾ ആ ആന്റിബയോട്ടിക്കിനെ ശരീരം അല്ലെങ്കിൽ ആ ബാക്ടീരിയ പ്രതിരോധിക്കാൻ തുടങ്ങും. ഈ പ്രതിരോധത്തെ പറയുന്ന പേരാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ ആ ആന്റിബയോട്ടിക് നമ്മൾ എടുക്കുമ്പോൾ അത് ശരീരം ആ ഒരു എഫക്ട് കാണിക്കില്ല, നമുക്കത് ക്യൂർ ആവില്ല. കാരണം എന്താ, നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയ അതിനെ പ്രതിരോധിക്കുകയാണല്ലോ, അതിനെ റെസിസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഹയർ ആയിട്ടുള്ള ഒരു ആന്റിബയോട്ടിക് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഹയർ ആന്റിബയോട്ടിക് കൊടുക്കുമ്പോഴാണ് നമുക്ക് ശരീരത്തിൽ കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് ബാക്ടീരിയ പോലും മരിച്ചു പോകുന്ന, ഡെഡായി പോകുന്നത് വരെ, അതാണ് കോഴ്സ്. സ്ട്രോങ്ങസ്റ്റ് ബാക്ടീരിയ ഡെഡ് ആവുന്നുള്ള കോഴ്സ് എന്ന് പറയുന്നത്, കോഴ്സ് പൂർത്തീകരിക്കണം എന്ന് പറയുന്നത്. ഇതാണ് കോഴ്സ് ഓഫ് ആന്റിബയോട്ടിക്കിന്റെ പ്രാധാന്യം. അതുപോലെ നമ്മുടെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്, എന്താണ് ആന്റി ബാക്ടീരിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇതാണ്. ഇത് രണ്ടുമാണ്. ഓക്കെ, താങ്ക് യു.